ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ഏകാദശി തിഥി. അതുമാത്രമല്ല, കുംഭമാസം 1-ാം തീയതി, വിഷ്ണുപതി പുണ്യകാലം തുടങ്ങി ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഈ ഒരു ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ മുന്നേറ്റത്തിനു വേണ്ടിയും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും പണവരവ് വർദ്ധിക്കുവാൻ വേണ്ടിയും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദേവിയാണ് മഹാലക്ഷ്മി ദേവി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പൂജകൾ ചെയ്യുന്നത്, ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത്, നാമങ്ങൾ ജപിക്കുന്നത് തുടങ്ങിയവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടുതരുന്ന ഒന്നാണ്. ലക്ഷ്മി ദേവിയെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല, നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യം വർദ്ധിക്കുവാൻ വേണ്ടി, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി തുടങ്ങി അനേകായിരം കാര്യങ്ങൾക്ക് നമ്മൾ മഹാലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരാണ്. പലരും പറയാറുണ്ട്, ഇന്ന് കുംഭമാസം 1-ാം തീയതി ആണെങ്കിലും വെള്ളിയാഴ്ചയാണെങ്കിലും എന്നെക്കൊണ്ട് പൂജകൾ ചെയ്യുവാനോ ക്ഷേത്ര ദർശനം നടത്തുവാനോ സാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇനി അഥവാ പൂജകൾ ചെയ്യുന്നവരാണെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നവരാണെങ്കിലും ക്ഷേത്ര ദർശനം ചെന്നു വന്നവരാണെങ്കിലും ഇന്നു രാത്രി 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ആ ഒരു മണിക്കൂർ സമയം, ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പരിപൂർണമായും ഇല്ലാതാകുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. മഹാമന്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലക്ഷ്മി ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കും തോറും ഐശ്വര്യം വർദ്ധിച്ചു വരും. നമ്മുടെ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തിനേയും വശ്യപ്പെടുത്തുവാനായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അത്രയും ഫലപ്രദമായ ഒരു മന്ത്രമാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്. കൃത്യം 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയം, അതായത് ഏകദേശം ശുക്രഹോര സമയം എന്ന് പറയും. കറക്റ്റായിട്ട് ശുക്രഹോര സമയം പറയാൻ സാധിക്കില്ല, കാരണം ആ ഒരു മണിക്കൂറിനുള്ളിലാണ് നമുക്ക് ഏകദേശം മുന്നേ പിന്നെ ആയിട്ട് നമുക്ക് ശുക്രഹോര സമയം വരുന്നത്. അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെ, അതുപോലെ തന്നെ ഉച്ചസമയം 1 മണി മുതൽക്ക് 2 മണി വരെ, അതുമാത്രമല്ല രാത്രി 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയത്തെ ശുക്രഹോര സമയം എന്ന് പറയുന്നു. ശുക്രഭഗവാനും മഹാലക്ഷ്മി ദേവിയും ഏതൊരു ജീവിതത്തിലും അനുഗ്രഹം തന്നാലും നമുക്ക് ആ ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. സാമ്പത്തിക മുന്നേറ്റമുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാകുകയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള ഈ ശുക്രഹോര സമയത്ത് മഹാലക്ഷ്മി ദേവിയുടെ ഈ മന്ത്രം നമ്മൾ 21 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. നിങ്ങൾക്ക് പൂജാമുറിയിൽ കയറാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂജാമുറിയിൽ കയറി 21 നല്ല നിലയിലുള്ള ഏലക്ക എടുത്ത് അമ്മയുടെ മുന്നിൽ ഒരു നെയ്ദീപം തെളിയിക്കുക. നെയ്ദീപം തെളിയിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ വളരെ ഉത്തമമാണ്. അതുപോലെ നൈവേദ്യമായിട്ട് ഇന്ന് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് വെക്കാം. ഇനി അഥവാ അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ശുദ്ധമായ പശുവിൻ പാൽ കാച്ചി അതിൽ ശർക്കരയിട്ട് അത് ദേവിയുടെ മുന്നിൽ പ്രസാദമായിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം 21 ഏലക്കായും നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ആദ്യം താഴെ തറയിൽ ഒരു തുണിയോ മനപ്പലകയോ ഇട്ടിരിക്കാം. അതിനു മുന്നേ ദേവിക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ കൊണ്ട് അലങ്കാരം ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി സാധിച്ചില്ല എന്നുണ്ടെങ്കിലും സാരമില്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ അലങ്കാരം ചെയ്യുക. ഏതൊരു പൂജകൾക്കും വഴിപാടുകൾക്കും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിന് നമുക്ക് തേടിപ്പോകേണ്ട കാര്യമില്ല. എന്താണോ ഉള്ളത് അത് വെച്ച് പൂജിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഫലം നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല, ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവർക്ക് എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പണങ്ങൾ ചിലവാക്കി അത് വാങ്ങിച്ച് നമ്മുടെ പൂജാമുറിയിൽ വെച്ചു, ഇത് വാങ്ങിച്ച് നമ്മുടെ പൂജാമുറിയിൽ വെച്ചു, നമുക്ക് ശരിയായ രീതിയിൽ അതിനെ പരിപാലിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷം തരുന്ന ഒന്നാണ്. അതുകൊണ്ട് ആരെന്തു ചെയ്താലും നമ്മുടെ വീട്ടിൽ ഒരു വിഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു പടമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടുകൂടി അവിടെ നിത്യവും ദീപം തെളിയിച്ച് നമുക്ക് ചന്ദനത്തിരിയും സാമ്പ്രാണിയും കാണിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. ഇനി അഥവാ അതിനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ഈ 2 ദിവസങ്ങളിൽ, അമാവാസ തിഥികളിൽ, പൗർണമി തിഥികളിൽ, വിശേഷ ദിവസങ്ങളിൽ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രം ചന്ദനത്തിരി കാണിച്ച് പൂജിച്ചാലും നമുക്ക് ദേവീ ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. താമരപ്പൂ വെച്ച് പ്രാർത്ഥിക്കണോ, മുല്ലപ്പൂ വെച്ച് പ്രാർത്ഥിക്കണോ, വെറും ഒരു ചെമ്പരത്തിപ്പൂ, നമ്മുടെ തൊടിയിലുള്ള ഒരു ചെമ്പരത്തിപ്പൂ എടുത്ത് വെച്ചാലും സന്തോഷത്തോടു കൂടി അമ്മ സ്വീകരിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത്,
കഴിയും എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ, ഞാൻ വാങ്ങിക്കേണ്ട എന്ന് പറയുന്നില്ല. കഴിയാത്തവർ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് അതിനുള്ള മറുപടി ഞാൻ ഇവിടെ പറഞ്ഞത്. അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു പൂവെല്ലാം വെച്ച് നമ്മൾ ഒരു താഴെ തറയിൽ തുണിയോ മനപ്പലയ്ക്കോ ഇട്ടിരുന്നു കൊണ്ട് ആദ്യം നമ്മൾ വിനായക ഭഗവാന്റെ ഓം ഗം ഗണപതയേ നമഃ എന്നുള്ള മന്ത്രം 7 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കുലദൈവത്തെ നമ്മൾ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നമ്മൾ 21 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. 21 അല്ലെങ്കിൽ 27 ഇങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും കണക്കിലെടുക്കാം. ഏതാണ് ആ മന്ത്രം? ഓം ശ്രീം യം, ഓം ശ്രീം യം, ഓം ശ്രീം യം, ഓം ശ്രീം യം. ഈ മന്ത്രമാണ് നമ്മൾ ഇന്ന് 21 അല്ലെങ്കിൽ 27 പ്രാവശ്യം ചൊല്ലേണ്ടത്. മനസ്സൊരുക്കി തന്നെ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാനായിട്ടും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനായിട്ടും ഈ മന്ത്രം ഇന്ന് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ഓരോ തവണ ചൊല്ലുമ്പോഴും ഓരോ ഏലയ്ക്ക ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. ഏലയ്ക്ക മഹാലക്ഷ്മി ദേവിക്കും പെരുമാളിനും വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ്. ഇങ്ങനെ നമ്മൾ ഏലയ്ക്ക സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദീപധൂപ ആരാധനകളെല്ലാം കാണിച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചിരിക്കുന്ന പ്രസാദം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ പങ്കിക്കൊടുക്കാവുന്നതാണ്. ആ ഏലയ്ക്ക നമ്മൾ നാളെ പൂജകൾ ചെയ്യുന്ന സമയത്ത് എടുത്ത് മാറ്റി നമ്മുടെ വീട്ടിൽ എന്ത് പായസം വയ്ക്കുകയാണെങ്കിലും മധുരപലഹാരങ്ങൾ വയ്ക്കുകയാണെങ്കിലും അതിന് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല, നോൺ വെജ് കഴിച്ചു പോയി, പീരിയഡ്സ് ആണ്, പുലവാരായ്മയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. ഈ രാത്രി 8 to 9 മണി വരെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് മനസ്സിൽ ശുദ്ധമായി തോന്നുന്ന ഏത് മുറിയാണെങ്കിലും അവിടെ ഒരു തുണിയോ മനപ്പലകയോ വിരിച്ചിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് 27 പ്രാവശ്യം അതും അല്ലെങ്കിൽ 21 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. പൂജാമുറിയിൽ കയറാൻ സാധിക്കാത്തവർ ഇത്രമാത്രം ചെയ്താൽ മതി. ഇനി ഇതൊരു ദിവസം മാത്രമാണോ, ഈ കുംഭമാസം 1-ാം തീയതിയും ഏകാദശി തിഥികളിലും മാത്രമാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ശുക്രഹോര സമയത്ത് ഓം ശ്രീം യം എന്നുള്ള ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കണക്ക് 108, 21, 27, 51, 1008 എന്നീ രീതികളിൽ കണക്കെടുത്തുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കുക. തുടർച്ചയായിട്ട് ദിവസവും ജപിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. നിത്യവും ജപിക്കുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക ഉന്നമനം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് എവിടെ നിന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായ പണങ്ങൾ വന്നു ചേരും. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ട സമാധാനം, സമ്പത്ത്, ഐശ്വര്യം എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുവാനായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ ഈ മന്ത്രം നമുക്ക് ദിവസവും ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയത്തെങ്കിലും ചൊല്ലാം. ഇനി അതുപോലെ പൗർണമി തിഥികളിൽ നമുക്കിത് ചൊല്ലാം. ഇങ്ങനെ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ കഷ്ടപ്പാടുകളെ പൂർണ്ണമായും നമുക്ക് തുടച്ചു മാറ്റുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.